സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിക്ക് പിന്നാലെ ബന്ധപ്പെട്ട നദികളിൽ കൂടുതൽ വൈദ്യുത പദ്ധതികൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി. സിന്ധു, ജലം, ചെനാബ് നദികളിൽ 3 പദ്ധതികളാണ് ആലോചിക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന 2 പദ്ധതികൾ വേഗത്തിലാക്കാനും നിലവിലുള്ള അണക്കെട്ടുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്. ഏപ്രിൽ 22-ന് പഹൽഗാം ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് നദീജല കരാർ മരവിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. അതേസമയം തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് തയ്യാറാണെന്നും കാട്ടി പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലി മുർത്തസ കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട്. കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ കത്തിൽ മുർത്തസ ചോദ്യം ചെയ്തിട്ടുമുണ്ട്. കരാറിൽ ഇതിനുള്ള വ്യവസ്ഥയില്ലെന്നും ചൂണ്ടിക്കാട്ടി കരാർ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ചർച്ച നടത്തണമെന്നും കാട്ടി 2023 ജനുവരി 2024 സെപ്റ്റംബർ മാസങ്ങളിൽ കേന്ദ്ര സർക്കാർ പാകിസ്ഥാന് കത്തയച്ചിരുന്നു. അന്ന് പാകിസ്ഥാൻ മറുപടി നൽകിയിരുന്നില്ല. ഈ പഴയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം പുതിയ പദ്ധതികളുടെ രൂപരേഖ ജലശക്തി മന്ത്രാലയം വൈകാതെ കേന്ദ്ര മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുമെന്നാണ് വിവരം. ചെനാബ് നദിയിൽ സവാൽകോട്ട് സ്റ്റേജ് 2, കിർത്തായ്, ദുൽഹസ്തി എന്നീ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. മുൻപ് പാകിസ്ഥാന്റെ ഇടപെടൽ കാരണം പൂർണ്ണസജ്ജമാക്കാതിരുന്ന ബർസർ, ഉറി പദ്ധതികൾ നവീകരിക്കുന്നതും ആലോചനയിലുണ്ട്. ജലം നദിയിൽ 2013-2014 കമ്മീഷൻ ചെയ്ത ഉറി പദ്ധതി പൂർണ്ണതോതിൽ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നില്ല. ഭീകരവാദം അവസാനിപ്പിക്കാതെ സിന്ധു നദീജല ഉടമ്പടി പുനഃസ്ഥാപിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാക് അധീന കാശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറണം. ഇന്ത്യ പാക് വിഷയങ്ങളിൽ മൂന്നാം കക്ഷിക്ക് ഇടമില്ലെന്നും വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ ശ്രമം തുടങ്ങി. സിന്ധു നദീജല ഉടമ്പടിയിൽ ചർച്ച ആഗ്രഹിക്കുന്നതായി പാക് പ്രധാനമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കാതെ സിന്ധു നദീജല ഉടമ്പടി പുനഃസ്ഥാപിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇന്ത്യ പാക് ഇടപാടുകളിൽ മൂന്നാം കക്ഷിക്ക് സ്ഥാനമില്ലെന്നും വർഷങ്ങളായി നിലനിൽക്കുന്ന ദേശീയ സമവായമാണിതെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇതിനിടെ പാക് ഭീകര സംഘടനയായ TRFനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള ശ്രമം ഇന്ത്യ ഊർജിതമാക്കി. ഇന്ത്യൻ സംഘം ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തെത്തി. UN രക്ഷാസമിതിക്ക് കീഴിലുള്ള ഉപരോധ സമിതിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കുന്ന തുർക്കിക്കും അസർബൈജാനുമെതിരായ പ്രതിഷേധം രാജ്യത്ത് ശക്തിപ്പെടുകയാണ്. ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ തുർക്കിയുടെ ഏതാനും സാങ്കേതിക പ്രവർത്തകർ പാകിസ്ഥാനിലുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്.